വൈശമ്പായന മുനി ജനമേജയ രാജാവിനോട് പറയുന്ന ഭാരതവംശ ചരിത്രമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാദത്തനായ ദേവവ്രതൻ ഭീഷ്മ ശപഥം ചെയ്ത് ഭീഷ്മനായതും കേട്ടു. ഭീഷ്മൻ്റെ തീവ്രമായ ശപഥത്തിൽ മനസ്താപമുണ്ടായെങ്കിലും പിതാവിൻ്റെ ആഗ്രഹം സാധിക്കാൻ ഉറച്ച തീരുമാനമെടുത്ത ഭീഷ്മന് പിതാവ് സ്വച്ഛന്ത മൃത്യു വരദാനമായി കൊടുത്തു. ശാന്തനു സത്യവതിയെ വിവാഹം ചെയ്തു. അച്ഛൻ്റെ വിവാഹത്തിനായി മകൻ ഭീഷ്മൻ ആദ്യമായി സത്യവതിയെ തേരിൽ കയറ്റി ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് പലർക്കു വേണ്ടിയും ഭീഷ്മൻ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. കഥ പറച്ചിലിൻ്റെ വഴിയെ ഓരോ സംഭവവും വിവരിക്കുന്നതാണ്. വിധിപ്രകാരം ശാന്തനു സത്യവതിയെ വിവാഹം കഴിച്ചു. താമസിയാതെ സത്യവതി ചിത്രാംഗദൻ എന്ന പുത്രനെ പ്രസവിച്ചു. അവൻ വീരനും ഒത്ത ഒരു പുരുഷനുമായി വളർന്നു. കുറേ കാലത്തിനു ശേഷം സത്യവതി വീണ്ടും ഗർഭം ധരിച്ചു. വിചിത്രവീര്യൻ എന്ന പുത്രനെ പ്രസവിച്ചു. വിചിത്രവീര്യന് യൗവനമാകുന്നതിന് മുൻപ് തന്നെ ശാന്തനു മരണമടഞ്ഞു. അച്ഛൻ മരിച്ചപ്പോൾ ഭീഷ്മൻ സത്യവതിയുടെ മൂത്ത പുത്രനായ ചിത്രാംഗദനെ രാജാവാക്കി. ചിത്രാംഗദൻ വീരനായിരുന്നു. അവൻ തൻ്റെ ഇടം കൊണ്ട് മറ്റു രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരുടെ രാജ്യം കീഴടക്കി. മനുഷ്യരാരും തനിക്കൊത്തവരല്ലെന്ന ഒരു അഹന്ത വിചിത്ര വീര്യനിൽ ഉണ്ടായി. തന്നോടെതിർക്കുന്ന മനുഷ്യ ദേവ ഗന്ധർവന്മാരെയെല്ലാം അവൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഒരിക്കൽ ചിത്രാംഗദൻ എന്ന ഒരു ഗന്ധർവനുമായി ചിത്രാംഗദന് നേരിടേണ്ടി വന്നു. കുരുക്ഷേത്രത്തിൽ വെച്ച് ഭയങ്കരമായ പോരാട്ടം നടന്നു. സരസ്വതി നദീതീരത്ത് വെച്ച് 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ് ഇരുവരും നടത്തിയത്. ചിത്രാംഗദൻ എന്ന ഗന്ധർവൻ യുദ്ധത്തിൽ വലിയ മായാജാലം പ്രയോഗിച്ചു. മായാജാലം വശമില്ലാത്ത ശാന്തനുപുത്രനായ ചിത്രാംഗദൻ ചതിയിൽ കൊല്ലപ്പെട്ടു. ചിത്രാംഗദനെ കൊന്നുവീഴ്ത്തിയ ഗന്ധർവൻ ആർത്തട്ടഹസിച്ച് ആകാശത്തിൽ മറഞ്ഞു. യുദ്ധത്തിൽ വിചിത്രവീര്യൻ മരിക്കുന്ന സമയത്ത് ചിത്രാംഗദൻ ബാലനായിരുന്നു. ചിത്രാംഗദൻ്റെ ശേഷക്രിയകൾ കഴിഞ്ഞതിനു ശേഷം ഭീഷ്മർ വിചിത്രവീര്യൻ യൗവനത്തിലെത്തിയില്ല എങ്കിലും അവരെ രാജാവായി അഭിഷേകം ചെയ്തു. ഭീഷ്മൻ്റെ നിർദ്ദേശപ്രകാരം ചിത്രാംഗദൻ നാടുഭരിച്ചു. ശർമ്മശാസ്ത്രത്തിൽ നിപുണനായ ഭീഷ്മനെ ധർമാനുസരണം വിചിത്രവീര്യൻ പൂജിച്ചു. തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഭീഷ്മൻ അവനെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. സത്യവതിയുടെ നിർദ്ദേശമനുസരിച്ച് അക്കാലത്ത് ഭീഷ്മനാണ് നാടുഭരിച്ചത്. വിചിത്രവീര്യന് യൗവനമായി. അവനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഭീഷ്മനും സത്യവതിയും തീരുമാനമെടുത്തു. ഈ അവസരത്തിലാണ് കാശിരാജാവിൻ്റെ അതിസുന്ദരിമാരായ 3 പുത്രിമാരുടെ സ്വയംവരം നടക്കാൻ പോകുന്ന വിവരം ഭീഷ്മൻ അറിഞ്ഞത്. ഈ വിവരം ഭീഷ്മൻ സത്യവതിയോട് പറയുകയും ചെയ്തു. ഈ സ്വയംവരത്തിൽ ഹസ്തിനാപുരിക്ക് ക്ഷണമില്ലായിരുന്നുവെങ്കിലും സത്യവതിയുടെ അനുവാദത്തോടെ ഭീഷ്മൻ സ്വയംവര നഗരിയിലേക്ക് സന്നാഹങ്ങൾ ഒന്നുമില്ലാതെ ഒറ്റത്തേരിൽ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ ഭീഷ്മൻ സ്വയംവരത്തിനെത്തിയ പല യുവകോമളന്മാരായ രാജകുമാരന്മാരെയും കണ്ടു. സ്വയംവരത്തിനൊരുങ്ങി നിൽക്കുന്ന 3 കന്യകമാരെയും കണ്ടു. ഹസ്തിനാപുരിയിൽ നിന്നെത്തിയ ഭീഷ്മനെ കാശിരാജാവ് സ്വീകരിച്ചെങ്കിലും മറ്റു രാജാക്കന്മാരുടെ ഇടയിൽപ്പെടാതെ ഭീഷ്മൻ ഒറ്റയ്ക്ക് മാറിയിരുന്നു. ധാത്രി കന്യകമാരെ കൂട്ടി ഓരോ രാജാക്കന്മാരുടെയും അടുത്ത് ചെന്ന് അവരുടെ ഗുണഗണങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ടിരുന്നു.
ഒറ്റയ്ക്കിരിക്കുന്ന ഭീഷ്മനെയും അവർ കണ്ടു. വൃദ്ധനായ ഭീഷ്മനെ പുച്ഛത്തോടെ നോക്കിയിട്ട് കന്യകമാർ മാറിപ്പോയപ്പോൾ ഈ രംഗം കണ്ട് മറ്റു രാജാക്കന്മാർ ഭീഷ്മനെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. മൂത്തു നരച്ച ഈ പടുവൃദ്ധൻ ധർമാത്മാവാണത്രേ. ഇയാൾ എന്തിനിങ്ങോട്ട് നാണമില്ലാതെ വന്നു കയറി? ഇയാൾ വിവാഹം കഴിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തത് കേട്ടിട്ടുണ്ട്. ഒരു രാജാവും സത്യം ലംഘിക്കുകയോ? വെറുതെ ശപഥം ചെയ്ത ഇയാളെപ്പറ്റി ജനങ്ങൾ വെറുതെ പറയുകയാണ് ബ്രഹ്മചാരി ഭീഷ്മൻ എന്ന്. ക്ഷത്രിയന്മാർ തന്നെ പരിഹസിക്കുന്നത് കേട്ട് ക്രുദ്ധനായി എഴുന്നേറ്റ ഭീഷ്മൻ സിംഹത്തിൻ്റെ ഭാവത്തിൽ എല്ലാവരെയും നോക്കിയിട്ട് വരണമാല്യവുമായി നിൽക്കുന്ന 3 കന്യകമാരുടെയും കൈക്ക് ബലമായി കടന്നു പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവരെ തേരിൽ ഇരുത്തി. ഭീഷ്മന്റെ ഭാവത്തിൽ കന്യകമാർ പേടിച്ചരണ്ടു. കാശി രാജാവ് സ്തബ്ധനായിപ്പോയി. അത്യുഗ്രമായ കോപത്തോടെ വിവാഹത്തിനെത്തിയ രാജാക്കന്മാരെ നോക്കി മേഘഗർജനം പോലെ ഭീഷ്മൻ പറഞ്ഞു: ഹേ രാജാക്കന്മാരെ, ഗുണവാന്മാർക്ക് കന്യാദാനം ബുദ്ധാധ്യതമായി പലവിധമുണ്ട്. ശക്തിക്കടുത്ത അലങ്കാരത്തോടും ഒക്കുന്ന ധനത്തോടും ഗോമിഥുനത്തോടും കൂടി കന്യകമാരെ ചിലർ കൊടുക്കും. വിത്തം കൊടുത്തു വാങ്ങുന്നവരുണ്ട്, ബലത്താൽ കൊണ്ടുപോകുന്നവരുമുണ്ട്, സമ്മതത്തോടെ കൊണ്ടുപോകുന്നവരുമുണ്ട്, സമ്മതമില്ലെങ്കിലും കന്യകമാരെ കൊണ്ടുപോകുന്നവരുണ്ട്. യജ്ഞകർമ്മത്തിൽ വെച്ചും കന്യകമാരെ വേൾക്കുന്നവരുണ്ട്. 8ാമത്തെ വിധിയാണ് സ്വയംവരം. സജ്ജന സമ്മതമായിട്ടുള്ളതാണ് അത്. അതിനെ രാജാക്കന്മാർ പ്രശംസിച്ച് സ്വീകരിക്കുന്നു. ജയിച്ചിട്ട് ഹരിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്ന് ധാർമ്മികന്മാർ പറയുന്നു. ഞാൻ ഇവരെ അപ്രകാരം കയ്യൂക്കുകൊണ്ട് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. ഭൂഹലന്മാരെ, നിങ്ങൾ കഴിവുപോലെ ശ്രമിച്ചുകൊള്ളുക. ഞാൻ ഇതാ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ഇതാ ഒരുങ്ങി നിൽക്കുന്നു. ഇപ്രകാരം തന്നെ കാശി രാജാവിനോടും ഭീഷ്മൻ പറഞ്ഞിട്ട് രാജാക്കന്മാരെ വെല്ലുവിളിച്ച് യുദ്ധത്തിന് തയ്യാറായി തേരിൽ വില്ലുമായി നിന്നു. മഹാപരാക്രമിയായ ഭീഷ്മൻ ഇപ്രകാരം പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് കന്യകമാരോടുകൂടി ഇറങ്ങി. ഉടനെ രാജാക്കന്മാരൊക്കെ ചൊടിച്ച് ചീത്തിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവർ കൈതിരുമ്മി പല്ല് കടിച്ചു. തങ്ങളുടെ ഭൂഷണങ്ങളൊക്കെ അഴിച്ചുമാറ്റി ചട്ടയിട്ടു. ആയുധങ്ങൾ ധരിച്ചു. എല്ലാവരും രോഷാകുലരായി. ആകെ ബഹളമായി. സംഭ്രമം മുഴുത്തു. ആഭരണങ്ങൾ ഇട്ട് രാജാക്കന്മാരുടെ ദേഹങ്ങൾ ചട്ട കൊണ്ട് പ്രശോഭിച്ചു. ആഭരണങ്ങളെല്ലാം അഴിച്ചു നിലത്തു വീണു. ആകാശത്തു നിന്ന് പൊഴിഞ്ഞ നക്ഷത്രങ്ങളാൽ എന്ന പോലെ നിലം പ്രശോഭിച്ചു. നിഷ്ഠൂരമായ ക്രോധത്തോടും വികടമായി നോക്കുന്ന ദൃഷ്ടിയോടും ചുളിച്ച പുരികങ്ങളോടും സൂതൻ പൂട്ടിയൊരുക്കിയ രഥങ്ങളിൽ കയറി പരക്കെ ആയുധവുമേന്തി വീരന്മാരെല്ലാവരും പുറപ്പെട്ടു. ഭീഷ്മന്റെ തേരിനു ചുറ്റും രാജാക്കന്മാർ കൂടി. ഭയങ്കരമായ പോരാട്ടം ഉത്ഭവിച്ചു. ഭീഷ്മൻ ഒറ്റയ്ക്ക് തന്നെ ചുറ്റി വളഞ്ഞ സകല രാജാക്കന്മാരോടും പടവെട്ടി. അവർ തൂകുന്ന 10,000 1000 ബാണങ്ങളെ എത്തുന്നതിന് മുൻപായി ഭീഷ്മൻ രോമങ്ങൾ പോലും അറുക്കുന്ന ശരമാരിയിൽ അറുത്തുവിട്ടു. ആ രാജാക്കന്മാർ ഭീഷ്മനെ വിട്ടില്ല. അവർ ശരവർഷം തുടർന്നു. മേഘങ്ങൾ വലിയ മലയിൽ പെയ്യുന്ന വർഷം പോലെ ശരമാരി ഘോരമായി ചൊരിഞ്ഞു. എല്ലാ മന്നവന്മാരുടെയും നേർക്ക് 3 ശരങ്ങൾ പ്രയോഗിച്ചു. അവർ ഭീഷ്മന്റെ ദേഹത്തിൽ 5 ശരങ്ങൾ പൊഴിച്ചു. ഉടനെ ഭീഷ്മൻ എല്ലാവരിലും ഈ 2 ശരങ്ങൾ പൊഴിച്ചു. ഇങ്ങനെ പോരാട്ടം അത്യുഗ്രമായി നടന്നു. അവിടെ ഒരു ദേവാസുര യുദ്ധം തന്നെ നടന്നു. വീരന്മാർ കാണെ ആ രാജാക്കന്മാരെല്ലാം ശരശക്തിയാൽ പരാജയപ്പെടുത്തി
അവരുടെ ചട്ടയും കിരീടവും 10ഉം 100ഉം അറുത്തു വീഴ്ത്തി. മഹാരഥനായ ഭീഷ്മന് മറ്റു രഥികളൊക്കെ നിസ്സാരന്മാരായിരുന്നു. ശത്രുരാജാക്കന്മാർ ഭീഷ്മന്റെ യുദ്ധവൈദഗ്ധ്യം കണ്ട് പ്രശംസിച്ചു. വീരന്മാരിൽ വീരനായ ഭീഷ്മൻ വൈരി സമൂഹത്തെ ജയിച്ച് സ്വൈര്യമായി കന്യകമാരോടുകൂടി ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു. പെട്ടെന്ന് ഭീഷ്മനെ പിന്തുടർന്ന് കോപത്തോടെ ശാല്യരാജാവ് എതിരിട്ടു. പിടയാനയ്ക്കു വേണ്ടി ഗജേന്ദ്രനോട് പോരാടുന്ന മറ്റൊരു ഗജേന്ദ്രനെ പോലെ അവൻ പാഞ്ഞെടുത്തു. ഹേ പെൺകൊതിയ, നിൽക്ക് നിൽക്ക് എന്ന് മഹാബാഹുവായ ശാല്യരാജാവ് കോപത്തോടെ അലറി. അവൻ്റെ വാക്കുകൾ കേട്ട് ആ നരവ്യാഘ്രൻ കത്തുന്ന കോപാഗ്നിയോടെ തേരു പിന്തിരിപ്പിച്ചു. ശാല്യൻ്റെ തേരിനു നേരെ കൂറ്റൻ വില്ലെടുത്ത് ശരം തൊടുത്തു. നെറ്റി ചുളിച്ചു ക്ഷാത്രധർമ്മം പിടിച്ചു നിർഭയനായി ശ്വാലൻ്റെ നേരെ കുതിച്ചു. ഭീഷ്മൻ തിരിഞ്ഞപ്പോൾ മറ്റു രാജാക്കന്മാർ ഭീഷ്മശാല്യു സംഘടനത്തിൻ്റെ കാഴ്ചക്കാരായി നിന്നു. ഒരു പശുവിന് വേണ്ടി 2 കൂറ്റന്മാർ മുക്കറയിട്ട് പോരാടുന്ന വിധം ആ ബലാശാലികൾ പരസ്പരം എതിരിട്ടു. 100ഉം 1000ഉം ബാണം ഭീഷ്മനിൽ ചൊരിഞ്ഞു. ശാല്യൻ ഭീഷ്മനെ പീഡിപ്പിക്കുമാറ് യുദ്ധം മുറുകിയപ്പോൾ രാജാക്കന്മാർ ഹർഷാരവം മുഴക്കി. ശാല്യൻ്റെ അസ്ത്രപ്രയോഗ ലാഘവം കണ്ട് രാജാക്കന്മാർ അഭിനന്ദന വാക്കുകൾ മുഴക്കി. ആർപ്പും കൂക്കുവിളിയും അഭിനന്ദനങ്ങളും കരഘോഷങ്ങളും മുഴങ്ങി. ശത്രു രാജാക്കന്മാരുടെ പ്രശംസ കേട്ട് ഭീഷ്മന് ശുണ്ഠിയെടുത്തു. ശാല്യൻ്റെ നേരെ രഥം ഓടിച്ച് നിൽക്കു നിൽക്ക് എന്നു പറഞ്ഞ് സാരഥിയെ നോക്കി, ഞാൻ ഇപ്പോൾ ഗരുഡൻ പാമ്പിനെ കൊല്ലുന്ന മട്ടിൽ നിന്റെ ഈ വീമ്പൻ രാജാവിനെ സംഹരിക്കും എന്നു പറഞ്ഞ് ഭീഷ്മൻ വരുണാസ്ത്രമെടുത്തു ശാല്യൻ്റെ ശരങ്ങളെ തടുത്തു. ശാല്യൻ്റെ കുതിരക്കൂട്ടത്തെ കൊന്നു വീഴ്ത്തി. സാരഥിയെയും കൊന്നു. അസ്ത്രം കൊണ്ട് ശാല്യൻ എയ്യുന്ന അസ്ത്രത്തെ നശിപ്പിച്ചു. ഐന്ദ്രാസ്ത്രം കൊണ്ട് അവൻ്റെ 2 കുതിരകളെയും കൊന്നു. കന്യാർത്ഥമായി ഇങ്ങനെ പോരാടി ശാല്യനെ പരാജിതനാക്കി കൊല്ലാതെ വിട്ടു. ശാല്യൻ ലജ്ജിച്ച് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോയി. സ്വയംവരം കാണുവാൻ വന്ന യോഗ്യരായ രാജാക്കന്മാരെല്ലാവരും നിരാശയോടെ താങ്ങളുടെ കൊട്ടാരങ്ങളിലേക്കും മടങ്ങി. ഇങ്ങനെ 3 കന്യകമാരെയും കൊണ്ട് ഭീഷ്മൻ ഹസ്തിനാപുരത്തേക്ക് വിചിത്രവീര്യൻ ഭരിക്കുന്ന സ്വനഗരിയിലേക്ക് രഥമോടിച്ചു. അച്ഛനായ ശാന്തനുവിനെ പോലെ വിചിത്രവീര്യൻ രാജ്യം ഭരിക്കുകയായിരുന്നു. കാടും പുഴകളും കടന്ന് പരന്നു കിടക്കുന്ന പാടങ്ങളും വൃക്ഷം നിറഞ്ഞ മേടുകളും കിടന്ന് വൈരികളെ കൊന്ന് കേടുകൂടാതെ ഭീഷ്മൻ രഥം ഓടിച്ചു. ഭീഷ്മൻ്റെ രഥം കന്യകമാരെയും കൊണ്ട് ഹസ്തിനാപുരിയിൽ എത്തി. ധർമ്മജ്ഞനായ ഭീഷ്മൻ സ്വന്തം സ്നൂഷമാരെ പോലെയോ അനുജത്യമാരെപ്പോലെയോ പുത്രിമാരെ പോലെയോ കന്യകമാരെ കൊണ്ടുവന്ന് എത്തിച്ചു. സർവ സദ്ഗുണ സമ്പൂർണങ്ങളായ അവരെ സ്വവിക്രമം കൊണ്ട് ആനയിച്ച് ഭീഷ്മൻ അനുജന് ദാനം ചെയ്തു. അങ്ങനെ വിചിത്രവീര്യൻ്റെ വിവാഹത്തിന് സത്യവതിയുമായി ആലോചിച്ച് ഒരുക്കം കൂട്ടി. ഇപ്രകാരം ഭീഷ്മൻ അവരെ 3 പേരെയും അനുജനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ കാശി രാജപുത്രിമാരിൽ മൂത്തവളായ അംബ ഭീഷ്മനോട് പറഞ്ഞു, ഹേ രാജാവേ, ഞാൻ സൗഭപതിയായ ശാല്യനെ മുമ്പേ മനസ്സാൽ വരിച്ചതാണ്. എന്നെയും അവൻ വരിച്ചു കഴിഞ്ഞതാണ്. അച്ഛന് ഇത് ഇഷ്ടവുമാണ്. ഭവാൻ ഞങ്ങളെ ബലമായി കൊണ്ടുപോകുന്നില്ല എങ്കിൽ സ്വയംവരത്തിൽ വെച്ച് ഞാൻ ശാല്യനെ വരിച്ചേനെ. ഹേ ധർമ്മജ്ഞ, ഭവാൻ ഇക്കാര്യം ചിന്തിച്ച് വേണ്ടത് ചെയ്താലും എന്ന് വിപ്രസദസ്സിൽ വെച്ച് ആ കന്യക പറഞ്ഞപ്പോൾ ഭീഷ്മൻ ഇനി എന്തു ചെയ്യണം എന്നു ചിന്തിച്ചു. എന്താണ് ഇനി ഉചിതമായിട്ടുള്ളത്?
ബ്രഹ്മജ്ഞന്മാരായ വിപ്രന്മാരെ വിളിച്ചു വരുത്തി ധർമ്മശാസ്ത്രങ്ങളെല്ലാം അറിയാവുന്ന ഭീഷ്മൻ വേദജ്ഞാനികളുമായി കൂടിയാലോചന നടത്തി. കാശിരാജാവിൻ്റെ മൂത്ത മകളായ അംബയെ അവളുടെ ഇഷ്ടത്തിന് സമ്മതിച്ച് പോകുവാൻ സമ്മതം കൊടുത്തു. അംബികയെയും അംബാലികയെയും വിധിപ്രകാരം വിചിത്രവീര്യനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. കാമദേവനെപ്പോലെ തികഞ്ഞ സൗന്ദര്യവും പൂർണ്ണമായ യൗവനവും കൊണ്ട് ശോഭിക്കുന്ന ധർമാത്മാവായ വിചിത്രവീര്യൻ കാമാത്മാവായി തീർന്നു. ചോരത്തിളപ്പുള്ള ആ രണ്ടു കാർക്കുഴലിമാർ, തൊടുത്ത നഖവും ഉയർന്നു തടിച്ച കൊങ്കകളും കനത്ത നിതംബവും ചേർന്ന ആ നവോടമാർ ഇഷ്ടകാന്തനുമൊത്ത് ഇണങ്ങി. ദേവവിക്രമനും വീരനും അശ്വിനി ദേവന്മാരെ പോലെ സുന്ദരനുമായ അവൻ യൗവനയുക്തകളായ ഉത്തമ പത്നികളോടുകൂടി ക്രീഡിച്ചു. അവൻ ആ സുന്ദരിമാരുടെ ചിത്തമോഹനമായി ഭവിച്ചു. 7 വർഷം ആ കേഴമാൻ മിഴിമാരുമായി കൂത്താടി രാജാവ് ഒടുവിൽ ക്ഷയരോഗബാധത്താൽ പീഡിതനായി. ഈ രോഗാവസ്ഥയിൽ വിചിത്രവീര്യൻ പെട്ടതറിഞ്ഞ് ബന്ധുജനങ്ങൾ വൈദ്യന്മാരെ വരുത്തി ചികിത്സിപ്പിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അവർ നോക്കി നിൽക്കെ അർക്കൻ അസ്തമിക്കുന്നത് പോലെ അവൻ യമൻ്റെ പുരിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ വിചിത്രവീര്യൻ മരണപ്പെട്ടു. ധർമ്മിഷ്ഠനായ ഭീഷ്മൻ ചിന്താശോകത്തിൽപ്പെട്ടു. തൻ്റെ വംശം അനാഥമായിരിക്കുന്നു. വിചിത്രവീര്യൻ്റെ മരണത്തോടെ കുറ്റിയേറ്റിരിക്കുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത മട്ടിലായി. അവൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. സത്യവതിയുടെ ആശയം അനുസരിച്ച് ബ്രഹ്മർഷിമാരോടുകൂടി ഭീഷ്മൻ കുരുജനങ്ങളുമായി ആലോചനാമഗ്നനായി ഇരുന്നു. വിചിത്രവീര്യൻ മരിച്ചതിൽ സത്യവതിയുടെ ദുഃഖം സീമാതീതമായിരുന്നു. പുത്രാർത്ഥ ലോലുവായ അവൾ ദുഃഖത്തോടെ സ്നൂഷമാരോടുകൂടി പുത്രൻ്റെ ശേഷക്രിയ കഴിച്ചു. സ്നൂഷമാരെ ആശ്വസിപ്പിച്ചു. പിതൃവംശത്തെയും മാതൃവംശത്തെയും ചിന്തിച്ച് ദുഃഖപരവശയായി ധർമ്മം ചിന്തിച്ച് സത്യവതി ഭീഷ്മനോട് പറഞ്ഞു: ധർമ്മിഷ്ഠനും കീർത്തിമാനും കൗരവേന്ദ്രനുമായ ശാന്തനുവിൻ്റെ പിണ്ഡവും കീർത്തിയും സന്താനവും നിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൽക്കർമ്മം ചെയ്താൽ സത്യനിഷ്ഠ കൊണ്ട് ആയുസ് എങ്ങനെയോ അങ്ങനെ നിന്നിൽ ധർമ്മം നിശ്ചയമായും പ്രതിഷ്ഠിതമായിരിക്കുന്നു. ധർമ്മം പൊതുവേയും പ്രത്യേകമായും നിൽക്കുന്ന മട്ടെല്ലാം ഭവാൻ അറിയാമല്ലോ. വേദങ്ങളും വേദാംഗങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം നിനക്കറിയാമല്ലോ. ഹേ ഭീഷ്മ, ധർമ്മനിഷ്ഠയും കുലാചാര കർമ്മവും നിന്നിൽ ഞാൻ കാണുന്നു. ശുക്രനോടും അങ്കിരസിനോടും ഒപ്പം കുഴഞ്ഞ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവും ഞാൻ നിന്നിൽ കാണുന്നു. അതുകൊണ്ട് ധർമ്മനിഷ്ഠനായ നിന്റെ സ്ഥിതി കണ്ട് ഞാൻ ആശ്വസിക്കുകയാണ്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ട് നീ അതുപോലെ ചെയ്യണം. എൻ്റെ പുത്രൻ നിനക്ക് അനുജനാണ്. ആ ധീരൻ നിനക്ക് പ്രിയപ്പെട്ടവനുമാണ്. അവൻ ചെറുപ്പത്തിൽ പുത്രനെ നേടാതെ മരിച്ചുപോയി. ഈ സ്ത്രീകൾ നിൻ്റെ ഭാര്യമാരാണ്. കാശിരാജാവിൻ്റെ പുത്രിമാരുമാണമല്ലോ. രൂപയൗവനമാർന്ന ഇവർ പുത്രന്മാരുണ്ടാകുവാൻ കാക്ഷിക്കുന്നവരുമാണ്. ഇവരിൽ നീ സന്താനങ്ങളെ ജനിപ്പിക്കണം. കുലത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ്. എൻ്റെ നിയോഗത്താൽ നീ ഒരു കാര്യം ചെയ്യണം. രാജ്യാഭിഷേകം കയ്യേറ്റ് ഭരതരെ സംരക്ഷിക്കുക. ധർമാനുസരണം സന്താനലബ്ധിക്ക് വേണ്ടി ദാരങ്ങളെ ഗ്രഹിക്കുക. പിതൃക്കളെ നരകത്തിൽ മുക്കരുത്. ഇപ്രകാരം അമ്മയും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം പറഞ്ഞപ്പോൾ ആ ധർമ്മജ്ഞനായ ധീരൻ ഭീഷ്മൻ ധർമാനുസാരണമായി മറുപടി പറഞ്ഞു: എൻ്റെ അമ്മേ, ഭവതി പറഞ്ഞതു ശരിയാണ്, ധർമ്മ്യമാണ്. സന്താനോൽപാദനത്തെപ്പറ്റി എൻ്റെ സത്യം അമ്മയ്ക്ക് അറിവുള്ളതാണല്ലോ.
ഭവതിയുടെ വിവാഹകാലത്തു ചെയ്ത സ്ത്രീധനക്കരാറിൽ അതും നിശ്ചയിച്ചിട്ടുള്ളതാണല്ലോ. ആ സത്യം ഹേ സത്യവതി അമ്മേ ഞാൻ നല്ലവണ്ണം മനസ്സിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയാം. ഞാൻ 3 ലോകവും ഉപേക്ഷിക്കാം, മഹത്തായ ദേവലോകവും ഉപേക്ഷിക്കാം. അതിലും വലുതായി വല്ലതുമുണ്ടെങ്കിൽ അതും ഞാൻ കൈവിടാം. എന്നാലും ഞാൻ സത്യം കൈവിടുന്നതല്ല. ഭൂമി അതിൻ്റെ ഗന്ധം വെടിഞ്ഞാലും, വെള്ളം അതിൻ്റെ രസം ഉപേക്ഷിച്ചാലും, രൂപം തേജസ്സിനെ വിട്ടാലും, വായു സ്പർശം ഉപേക്ഷിച്ചാലും, സൂര്യൻ തൻ്റെ പ്രഭ കളഞ്ഞാലും, അഗ്നി ചൂടിനെ ഉപേക്ഷിച്ചാലും, ശബ്ദം ആകാശത്തെ ഉപേക്ഷിച്ചാലും, ചന്ദ്രൻ ശീതം വിട്ടാലും, ഇന്ദ്രൻ വീര്യം കൈവിട്ടാലും, ധർമ്മൻ യമധർമ്മൻ ധർമ്മം ഉപേക്ഷിച്ചാലും ഞാൻ സത്യം കൈവിടുകയില്ല എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതു തീർച്ചയാണ്. അതിതേജസ്വിയായ ആ പുത്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ സത്യവതി ഭീഷ്മനോട് പിന്നെയും പറഞ്ഞു, ഹേ സത്യവിക്രമ, ഞാൻ നിന്റെ സത്യനിഷ്ഠ അറിഞ്ഞവളാണ്. നീ വിചാരിച്ചാൽ 3 ലോകവും വേറെ സൃഷ്ടിക്കുവാൻ കെൽപ്പുള്ളവനാണ്. അന്നത്തെ ആ സന്ദർഭത്തിൽ നീ എനിക്ക് വേണ്ടി ചെയ്ത സത്യം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നത്തെ കാര്യവും അന്നത്തെ കാലവും ഒക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോൾ ആപത്തിൽ ധർമ്മമെന്തെന്നു ചിന്തിച്ച് പിതാമഹന്മാരുടെ പദവി നീ സ്വീകരിക്കുക. നിന്റെ കുലത്തിൽ സന്തതിയും ധർമ്മവും മുടിയാതിരിക്കത്തക്ക വിധം നീ പ്രവർത്തിക്കുക. സുഹൃത്തുക്കൾക്കും സന്തോഷം നൽകുമാറ് നീ പ്രവർത്തിക്കുക. ഇങ്ങനെ പുത്രലബ്ധിക്ക് വേണ്ടി ആർത്തിമൂത്ത് കേഴുന്ന അമ്മയെ കണ്ട് ധർമ്മം തെറ്റാത്ത വിധം വീണ്ടും ഭീഷ്മൻ പറഞ്ഞു, രാജ്ഞി, ഭവതി ധർമ്മത്തെ സംരക്ഷിച്ചാലും ഹേ പ്രാജ്ഞേ സർവം മുടിക്കരുതേ. സത്യഭംഗം ഒരിക്കലും ക്ഷത്രിയന് പ്രശസ്തമായ ധർമ്മമാവുകയില്ല. ശാന്തനുവിൻ്റെ പാരമ്പര്യം ക്ഷയം കൂടാതെ ഉയരുന്ന വിധം സനാതനമായ ക്ഷാത്രധർമ്മം എന്തെന്ന് ഞാൻ ഉടനെ അറിയിക്കാം. അതുകേട്ട് അപ്രകാരം ചെയ്താലും ആപത്തിൽ ധർമ്മം എന്താണെന്ന് ചിന്തിച്ച് ശിഷ്ടാചാര്യന്മാരുമായി ചേർന്ന് നല്ലതുപോലെ ആലോചിച്ച് ലോകത്രയത്തെയും ചിന്തിച്ചറിഞ്ഞ് വേണ്ടതു ചെയ്യുക. ഭീഷ്മൻ പിന്നെയും അമ്മയോട് പറയുകയാണ്, പണ്ട് പിതൃവധം മൂലം പരശുരാമൻ കോപിച്ച് ഹേഹേയ രാജാവായ കാർത്തിവീര്യാർജുനൻ്റെ 1000 കരങ്ങൾ അറുത്ത് അവനെ സംഹരിച്ചു. ലോകത്തിൽ ആരും ചെയ്യാത്ത മഹാകർമ്മം അവൻ ഒറ്റയ്ക്ക് ചെയ്തു. എന്നിട്ടും അരിശം തീരാതെ വില്ലെടുത്ത് ഭൂമിമണ്ഡലം ചുറ്റി ആ മഹാരഥൻ മഹാസ്ത്രങ്ങൾ ചൊരിഞ്ഞ് ക്ഷത്രിയന്മാരെ നശിപ്പിച്ചു. പലതരം അസ്ത്രങ്ങൾ നേടി ഭാർഗവൻ ഇങ്ങനെ 21 വട്ടം ക്ഷത്രിയ വംശത്തെ മുടിച്ചു. ലോകം നിക്ഷത്രമാക്കി ആ മുനി വിട്ടപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ ഒക്കെ യോജിച്ച് വിപ്രന്മാരെ വരുത്തി കുമാരന്മാരെ ഉൽപ്പാദിപ്പിച്ചു. ആരു ജനിപ്പിച്ചതായാലും ആ പുത്രൻ വേലി കഴിച്ചവനുള്ളതാണെന്ന് വേദത്തിലെ നിശ്ചയം. വേദത്തിലെ ആ നിശ്ചയം അനുസരിച്ചാണ് ആ ക്ഷത്രിയ സ്ത്രീകൾ അപ്രകാരം ബ്രാഹ്മണരെ സ്വീകരിച്ചത്. അത് ക്ഷത്രിയരിൽ നടപ്പായി. പിന്നെയും ഇപ്രകാരം ഭൂമിയിൽ രാജാക്കന്മാർ ഉണ്ടായി വന്നു. ഞാൻ പറയാം എങ്ങനെയാണ് സംഭവിച്ചതെന്നും പുരാതനമായ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കഥ. പണ്ട് തപോധനനായി ഉദധ്യൻ എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷിയുടെ ഭാര്യയുടെ പേര് മമത എന്നായിരുന്നു. ഉദധ്യന് ഒരു അനുജൻ ഉണ്ടായിരുന്നു. ബൃഹസ്പതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവൻ അമൃതപാനം ചെയ്യുന്നവനും ദേവഗുരുവുമാണ്. ഒരു ദിവസം ബൃഹസ്പതി ജ്യേഷ്ഠനായ ഉദസ്ഥ്യൻ സ്ഥലത്തില്ലാത്ത സന്ദർഭത്തിൽ ജ്യേഷ്ഠത്തിയായ മമതയുടെ അരികിൽ ചെന്ന് സംഭോഗത്തിൽ അർത്ഥിച്ചു. ബൃഹസ്പതിയുടെ ദുരാഗ്രഹം കണ്ട് അവൾ ഭർത്തൃ സഹോദരനോട് പറഞ്ഞു, ഞാൻ നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. എന്നോടുകൂടി രമിക്കുവാൻ പാടുള്ളതല്ല.
പിന്നെ ഒരു കാര്യം, എൻ്റെ ജഠരത്തിൽ ഒരു കുട്ടിയുണ്ട്. ഉദത്യപുത്രനായി എൻ്റെ ഗർഭത്തിലുള്ളവൻ അംഗങ്ങൾ 6 വേദം വയറ്റിൽ കിടന്ന് ചൊല്ലുന്നു. നീയാണെങ്കിൽ അമോഘരേതസ്സാണ്. നിന്റെ ശുക്ലം എൻ്റെ ഗർഭത്തിലായാൽ അതിൽ നിന്ന് ജനിക്കുന്ന സന്താനത്തെയും ഞാൻ ധരിക്കേണ്ടി വരും. എൻ്റെ ജഠരത്തിൽ 2 പേർ ഒതുങ്ങുകയില്ല. അതുകൊണ്ട് ഭവാൻ അന്യായമായ കർമ്മങ്ങൾക്ക് പുറപ്പെടാതെ കാമവികാരം അടക്കി ജീവിക്കുന്നതാണ് നല്ലത്. ഭീഷ്മൻ പിന്നെയും പറഞ്ഞു, മമത ഇപ്രകാരം പറഞ്ഞപ്പോൾ ബൃഹസ്പതിക്ക് സമ്മതമായില്ല. അയാൾക്ക് വികാരം അടക്കാൻ കഴിഞ്ഞില്ല. എന്നാലും എനിക്ക് നിന്നെ ഒന്ന് പുണരണം എന്ന് പറഞ്ഞ് ബലമായി അവളെ കടന്നു പിടിച്ചു. ആ ബലാത്സംഗത്തിൽ ബൃഹസ്പതിയുടെ രേതസ് സ്ഥാനത്ത് വിടുമെന്ന് കണ്ടപ്പോൾ ഗർഭസ്ഥനായ ശിശു വിളിച്ചു പറഞ്ഞു, ഹേ താത, കാമം അടക്കുക. 2 പേർ ഗർഭത്തിൽ ഒതുങ്ങുകയില്ല. ഇവിടെ അല്പമായ സ്ഥലമേയുള്ളൂ. ആദ്യം പ്രവേശിച്ചവൻ ഞാനാണ്. ഈ ജഠരത്തിലെ കൈവശാവകാശം ഇപ്പോൾ എനിക്കാണ്. ഭവാൻ കർമ്മം പിഴയ്ക്കുകയില്ല. ഭവാൻ അമോഘരേതസ്സാണ്. അതുകൊണ്ട് എന്നെ പീഡിപ്പിക്കരുതേ. ഗർഭസ്ഥൻ പറഞ്ഞ വാക്കിനെ ബൃഹസ്പതി മാനിച്ചില്ല. അവൻ മദിരാക്ഷിയായ മമതയെ ബലമായി പിടിച്ച് രേതസ് ഗർഭത്തിലേക്ക് വിട്ടു. ശുക്ലം വരുന്ന സമയത്ത് ഗർഭസ്ഥനായ ബാലമുനി കാൽ കൊണ്ട് അത് പുറത്തേക്ക് തള്ളി. സ്ഥാനത്തെത്താതെ വഴിക്ക് തടഞ്ഞതുമൂലം ശുക്ലം പുറത്തേക്ക് വന്നു നിലത്ത് വീണു. അതുകണ്ട് ബൃഹസ്പതി ഗർഭത്തിലിരിക്കുന്ന ഉദധ്യപുത്രനെ ശപിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും ഇഷ്ടമായ ശുക്ലസ്ഖലന സന്ദർഭത്തിൽ നീ ഇപ്രകാരം അപ്രിയം ചെയ്തതുകൊണ്ട് നീ ദീർഘധമസായി തീരട്ടെ, അന്ധനായി ഭവിക്കട്ടെ. അങ്ങനെ അവൻ ദീർഘതമസായി അന്ധനായി ജനിച്ചു. ബൃഹസ്പതിയുടെ ശാപം മൂലം ബൃഹസ്പതി സമനായ ആ അതിബുദ്ധിമാൻ ജന്മന അന്ധനായി പിറന്ന് ദീർഘതമസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ജന്മന അന്ധനായ അവൻ ബുദ്ധി കൊണ്ട് സകല വിദ്യയും പഠിച്ചു. അവൻ പ്രദ്വേഷി എന്നു പേരുകേട്ട സുന്ദരിയായ ഒരു സ്ത്രീയെ ഭാര്യയായി നേടി. ഉദധ്യാത്മജനായ ദീർഘതമസ്സിന് അവളിൽ ഗൗതമാദികളായ സന്താനങ്ങളെ ജനിപ്പിച്ചു. ഉദധ്യൻ്റെ പാരമ്പര്യം നിലനിർത്തുന്ന സന്തതികളായി അവർ വളർന്നു. ധർമാത്മാവും മഹാത്മാവുമായ ദീർഘതമൻ സുരഭയുടെ പുത്രനിൽ നിന്നും ഗോധർമ്മം കേട്ടറിഞ്ഞ് ശ്രദ്ധയോടെ അത് ചെയ്യുവാൻ ഒരുങ്ങി. ഗോധർമ്മം എന്നാൽ കാളക്കൂറ്റിനെ പോലെ പരസ്യമായി മൈഥുനം ചെയ്യുക എന്നതാണ്. അങ്ങനെ ആ കുരുടനായ മുനി മര്യാദ വിട്ട് പെരുമാറുന്നത് കണ്ട് മുനിമാർ വല്ലാതെ ചൊടിച്ചു. അവനോട് സ്ഥലം വിട്ടു പോകുവാൻ ആവശ്യപ്പെട്ടു. മുനിമാർ പറഞ്ഞു, ആശ്രമധർമ്മം പാലിക്കാത്ത ഈ പാപി ആശ്രമത്തിൽ വസിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഈ ചപലനെ നാം ഉപേക്ഷിക്കണം. ഭീഷ്മൻ സത്യവതിയോട് പറഞ്ഞു. അങ്ങനെ അവർ അവനെ ആശ്രമത്തിൽ നിന്നും പറഞ്ഞയച്ചു. മക്കളുള്ള ഭാര്യയായ പ്രദ്വേഷിയും അവനെ വെറുപ്പോടെ ഉപേക്ഷിച്ചു. അവൻ അതിൻ്റെ കാരണം അവളോട് ചോദിച്ചു. പ്രദ്വേഷി പറഞ്ഞു, ഭാര്യ എന്നും ഭർത്താവ് എന്നുമുള്ള വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ഭരിക്കപ്പെടുന്നവളും ഭരിക്കുന്നവനും എന്നാണ് അർത്ഥം. ഞാൻ ജാത്യന്ധനായ നിന്നെ മകനെപ്പോലെ സംരക്ഷിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇനി എനിക്ക് അതിന് കെൽപ്പില്ല, ക്ഷീണമായി. ഭീഷ്മൻ പറഞ്ഞു. ഇപ്രകാരം അവൾ പറഞ്ഞപ്പോൾ മുനിക്ക് കോപമുണ്ടായി. അവൻ മക്കളോടുകൂടിയ പ്രദ്വേഷിയോട് പറഞ്ഞു, എന്നെക്കൊണ്ടും നിന്നെ പുലർത്തുവാൻ കഴിയുകയില്ല. നീ
വല്ല ക്ഷത്രിയന്മാരെയും പിടിച്ച് ആത്മരക്ഷ ചെയ്തുകൊള്ളുക. പ്രദ്വേഷി പറഞ്ഞു, നീ തരുന്ന ധനമൊന്നും എനിക്ക് വേണ്ട. അത് എനിക്ക് ദുഃഖത്തിനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുകയില്ല. നീ എവിടെ പോയാലും വിരോധമില്ല. കുരുടനായ നിന്നെ നോക്കാൻ ഇനി എനിക്ക് കഴിയുകയില്ല. ദീർഘതമസ് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാൻ ഒരു മര്യാദ നാട്ടിൽ വിധിക്കുകയാണ്. മരണം വരെ ഒരുത്തിക്ക് ഒരു ഭർത്താവ് മാത്രം. ഇരുന്നാലും ശരി മരിച്ചാലും ശരി ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് മാത്രം. അന്യനെ പ്രാപിക്കാൻ പാടില്ല. അതു നിയമവിരുദ്ധമാണ്. ലോകസമ്മതവും ആവുകയില്ല. പതിയെ വിട്ട് അന്യനെ തൊട്ടാൽ സ്ത്രീകൾ പതിതകളാകും, നിശ്ചയമാണ്. ഇന്ന് തൊട്ട് പതിയില്ലാത്തവരുമായുള്ള സംയോഗം സ്ത്രീകൾക്ക് പാതകമാണ്. ധനമുണ്ടെങ്കിലും അന്യനെ പ്രാപിക്കുന്നത് അനർത്ഥമാകും. അവർക്ക് തന്മൂലം അപകീർത്തിയും സംഭവിക്കും, ദുഷ്പേരും ഉണ്ടാകും. ഭീഷ്മൻ സത്യവതിയോട് പറഞ്ഞു, മഹർഷിയുടെ ഈ വരമോ ശാപമോ കേട്ടപ്പോൾ പ്രദ്വേഷിക്ക് വിദ്വേഷം വർദ്ധിച്ചു. അവൾ മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ, ഈ കുരുടനെ ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കുവിൻ. അമ്മയുടെ വാക്കുകേട്ട ലോഭമോഹാദി ഭൂതന്മാരായ ഗൗതമാദികൾ ഒരു പൊങ്ങുതടിയിന്മേൽ അച്ഛനെ പിടിച്ചുവെച്ച് വെള്ളത്തിലൊഴുക്കി. ഈ വൃദ്ധൻ്റെ സൊല്ല തീർന്നു. എന്തിനീ വൃദ്ധനെ നാം പോറ്റുന്നു എന്ന് പറഞ്ഞ് അവർ മടങ്ങി സ്വഗൃഹത്തിലെത്തി. ഒഴുക്കിൽ ഉടൂപത്തോടുകൂടി അലഞ്ഞൊഴുകി അവൻ വളരെ ദൂരെ എത്തി. ആ അന്ധൻ വളരെ നാടുകളിൽ കൂടി ഒക്കെ ആ ഉടൂപത്തോടുകൂടി ഒഴുകി. എതിർച്ഛയാ ദീർഘതമനെ ബലി എന്നു പേരായ ഒരു രാജാവ് കണ്ടെത്തി. ആ ധാർമ്മികൻ കുളിക്കുന്ന സമയത്ത് ഒഴുകിപ്പോകുന്ന മുനിയെ കണ്ടു. അദ്ദേഹം ആ മുനിയെ പിടിച്ചു കയറ്റി വൃത്താന്തം ചോദിച്ചറിഞ്ഞു. ദീർഘതമനെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജധാനിയിൽ സൽക്കരിച്ചിരുത്തി അദ്ദേഹം മഹർഷിയോട് പറഞ്ഞു, ഹേ മഹർഷി, എനിക്കു സന്താനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭവാൻ എൻ്റെ ഭാര്യയിൽ സന്താനോൽപാദനം ചെയ്താലും ധർമ്മ വിൽപ്പന്നന്മാരായ സന്താനങ്ങളെ ജനിപ്പിക്കുക. ഭീഷ്മൻ സത്യവതിയോട് പറഞ്ഞു, രാജാവിൻ്റെ അപേക്ഷ മുനി സ്വീകരിച്ചു. രാജാവ് തൻ്റെ ഭാര്യയായ സുദേഷ്ണയെ മുനിയുടെ അരികിലേക്ക് വിട്ടു. സുദേഷ്ണ കിഴവനായ ആ അന്ധൻ്റെ അരികിലേക്കു ചെല്ലാതെ സ്വന്തം വളർത്തമ്മയുടെ പുത്രിയെ വിട്ടു. ആ മുനിവരൻ അവളിൽ ആ ശൂദ്രയോനിയിൽ കാക്ഷീവാൻ തുടങ്ങിയ 11 പേരെ ജനിപ്പിച്ചു. മക്കളെ കണ്ട് രാജാവ്, ഇവർ എൻ്റെ മക്കളല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇവർ എൻ്റെ മക്കളാണെന്ന് മുനി മറുപടി പറഞ്ഞു. ദീർഘതമസ് പറഞ്ഞു, അന്ധനും വൃദ്ധനുമായ എന്നെ കണ്ടു പുച്ഛിച്ച് ഭവാന്റെ ഭാര്യയായ സുദേഷ്ണ എന്ന വിഡ്ഢി അവളുടെ ധാത്രിയെ എൻ്റെ അരികിലേക്ക് വിട്ടു. ഭീഷ്മൻ പറഞ്ഞു, ബലിരാജാവ് ഇത് കേട്ട് വീണ്ടും മുനിമുഖ്യനെ പ്രസാദിപ്പിച്ച് തൻ്റെ ഭാര്യയായ സുദേഷ്ണയെ മുനിയുടെ അരികിലേക്ക് വിട്ടു. മുനി അവളെ സസ്നേഹം തഴുകി പുണർന്നു പറഞ്ഞു, ഹേ സുന്ദരി, നിനക്ക് സൂര്യാഭന്മാരായ പുത്രന്മാർ ഉണ്ടാകും. അങ്കൻ, വങ്കൻ, കലിംഗൻ, പുണ്ട്രൻ, സൂക്ഷ്മൻ എന്നിവർ നിനക്ക് ജനിക്കും. അവർ വാഴുന്ന രാജ്യങ്ങൾ അവരുടെ പേരുകൊണ്ടും പ്രസിദ്ധി കൊണ്ടും ലോകശ്രദ്ധ നേടും. അങ്കന് അംഗരാജ്യം, വങ്കന് വങ്കരാജ്യം, കലിംഗനു കലിംഗരാജ്യം, പുണ്ട്രന് പുണ്ട്രരാജ്യം, സുക്മരാജ്യം സുക്മന്, ഇങ്ങനെ രാജ്യങ്ങൾ പ്രസിദ്ധിയെ പ്രാപിക്കും. ഭീഷ്മൻ സത്യവതിയോട് പറഞ്ഞു, ഇപ്രകാരം ബലിരാജാവിൻ്റെ കുലം ബീജോൽപത്തി കൊണ്ട് കേൾവി കേട്ടു. അപ്രകാരം ബ്രാഹ്മണ ശ്രേഷ്ഠരിൽ നിന്ന് വംശം ഉദ്ധരിച്ച ക്ഷത്രിയ രാജാക്കന്മാർ വേറെയും ഉണ്ടായിട്ടുണ്ട്. അവർ ധർമ്മജ്ഞരും അതിവീര്യപരാക്രമികളും ആയിട്ടുണ്ട്. ഇതു കേട്ട്
ഇനി എൻ്റെ അമ്മ ഭവതിയുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക.